ഓൾ റൈറ്റ്, ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് കേട്ടോ. നമ്മൾ മാഡം ടുസാസ് മ്യൂസിയത്തിൽ നിന്നൊക്കെ ഇറങ്ങി എൻ്റെ ഫോണിൽ ചാർജ് തീരെ കുറവായിരുന്നു. അപ്പോൾ അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാമെന്നും പറഞ്ഞ് പോകുന്ന വഴിക്ക് ദേ ഈ പുള്ളിക്കാരൻ ഈ പാമ്പിനെയും വെച്ചോടെ നിൽക്കുന്നു. പാച്ചിക്കാണെങ്കിൽ അത് എടുത്തേ പറ്റും. നമ്മുടെ ചിരി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്, നല്ല പേടിച്ചേരേണ്ട ചിരിയാണെന്നുള്ളത്. പാച്ചി എടുത്തു, മോളും എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആഗ്രഹം എടുക്കണമെന്ന്. അങ്ങനെ 4ാമത്തെ ടേക്കിൽ ഞാനും എടുത്തു. 3 വട്ടം പാമ്പിനെ പറ്റിച്ചോണ്ടില്ലേ പാമ്പ്. വലിയ കുഴപ്പമില്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. പുള്ളി പറയുന്നുണ്ടായിരുന്നു മാച്ചിങ് ഡ്രസ്സാന്നൊക്കെ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബീച്ചിലേക്കാണ്. ഇവിടെ ഫ്രീ ബീച്ച് ഷട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറി നമുക്ക് ബീച്ചിലേക്ക് ഈസി ആയിട്ട് എത്താം. നമ്മൾ ആദ്യം പോകുന്ന സിലോസോ ബീച്ചിലേക്കാണ്. ഇത്രയും വൃത്തിയുള്ള ഭംഗിയുള്ള ബീച്ച് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ദ ജേർണി ഇറ്റ് സെൽഫ് ഫീൽസ് റിഫ്രഷിങ്. ഞാൻ ബീച്ചിലെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ എൻ്റെ ആ ഒരു ടൈം എൻജോയ് ചെയ്യുമായിരുന്നു. ദിസ് പ്ലേസ് ഈസ് പെർഫെക്റ്റ് ഫോർ സ്ലോ മൊമെൻറ്റ്സ്. ഈവൻ ഇഫ് യു ഡു നത്തിങ് ഇറ്റ് സ്റ്റിൽ ഫീൽസ് ഇനഫ്. ബീച്ച് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വെയിറ്റ് ചെയ്യുന്നത് ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വിങ്സ് ഓഫ് ഫയർ ലൈറ്റ് ഷോ, ഫയർ വാട്ടർ ലൈറ്റ് ഷോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇറ്റ് ഫീൽസ് പവർഫുൾ, ഇൻറ്റൻസ് ആൻഡ് ബ്യൂട്ടിഫുൾ അറ്റ് ദ സെയിം ടൈം. എല്ലാം പെർഫെക്റ്റ്ലി ടൈംഡ് ആയിരുന്നു വിത്ത് ദ മ്യൂസിക്. അങ്ങനെ എപ്പോഴത്തെയും പോലെ എൻ്റെ ഫോണിലെ ചാർജ് തീർന്നിട്ടുണ്ട്. ഈ പാതിരാത്രി എങ്ങോട്ടാന്നല്ലേ? അതെ, ഞങ്ങൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായി ഞങ്ങൾ 4 പേരും അല്ല, ഞങ്ങൾ 5 പേരും കൂടി ഒന്ന് സിംഗപ്പൂർ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ചൈന മാർക്കറ്റോ അവിടെയൊക്കെ പോയപ്പോൾ എല്ലായിടവും ക്ലോസ്ഡ് ആയിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു സംശയം, ആലപ്പുഴയാണോ? അതാ നമ്മൾ പറഞ്ഞു, ആലപ്പുഴയാണോ ഇത്? നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. ഇന്നലെ AC വർക്കിംഗ് അല്ലായിരുന്നു.
അത് കാരണം ഉറങ്ങിയിട്ടില്ല. അതേ ഇപ്പം തന്നെ റെഡി ആയിക്കൊണ്ട് ഇപ്പോൾ വേർത്ത് കുളിച്ച് സൺസ്ക്രീനൊക്കെ അത് ഒഴുകുന്നുണ്ട്. അയ്യോ, ഇന്ന് പാത്തും അമ്മയും സെയിം ബട്ട് ഡിഫറെൻറ്റ്. നോ മണി. അത് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന് ഓർത്തു. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലാണ് പോകുന്നത്. ഇന്നലെ നമ്മൾ രാത്രി ഒന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടും സിംഗപ്പൂർ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു കടകളൊക്കെ. അതുകൊണ്ട് തന്നെ പിന്നെ നേരെ നമ്മൾ റൂമിലേക്ക് പോവുക ചെയ്തേ. എൻ്റെ ദൈവമേ, ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം AC വർക്കിംഗ് അല്ലായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ തകർക്കുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമായിരുന്നു. ഫൈനലി നമ്മളിത് യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലെത്തി. നല്ല തിരക്കാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് റൈഡ്സിലൊക്കെ കയറാനായിട്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സിനിമ വേൾഡിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും ഒരു എന്താ പറയുക, ഒരു ചൈൽഡ് ലൈക്ക് ആയി മാറുന്ന ഒരു മൊമെൻറ്റ്. ഇതിലെന്തായാലും കയറണം, ഇതിൽ കയറിയേ പറ്റൂ. പക്ഷെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒരു റൈഡ് കയറാൻ തന്നെ ഒരു 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ എത്ര സമയം നിന്നാലും ഞാനും മോളും ബാച്ചൊക്കെ കയറാൻ റെഡിയാണ്. ആദ്യം നമ്മൾ കയറിയത് ജുറാസിക് പാർക്ക് വേൾഡിലാണ്. ഇതൊരു വാട്ടർ റൈഡാണ്. നന്നായിട്ട് നനയും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ മൊബൈലൊന്നും അധികം പുറത്തെടുത്തില്ല. ഇത് പക്ഷെ നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കിയത് നന്നായിട്ട് നനയും എന്നുള്ളത്. ആ സാധനത്തിലാണ് കയറുന്നത്. വെള്ളത്തിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റെയിൻകോട്ട് പോലെ മേടിക്കാൻ കിട്ടുമായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, എന്തായാലും കയറി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിലവിളിച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ലോണം നനഞ്ഞു. പക്ഷെ കുഴപ്പമില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് റോളർ കോസ്റ്ററിൽ കയറാനാണ്. കയറിയേ പറ്റൂ. ഏതെങ്കിലും ഒന്നിലെങ്കിലും കയറിയേ പറ്റൂ. ഫൈനലി നമ്മൾ കയറാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം ലോക്കറി കൊണ്ടുപോയി ബാഗും നമ്മുടെ മൊബൈലും ഒക്കെ വെക്കണം. മൊബൈൽ എടുക്കാൻ പറ്റില്ല. റോളർ കോസ്റ്റർ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളിത് ഇപ്പോൾ കഴിക്കാൻ കയറി. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കയറണം കേട്ടോ. അവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലൊക്കെ അങ്ങ് വിറയലായിരിക്കും. ഹാർട്ടൊക്കെ ഭയങ്കര സ്പീഡിലായിരിക്കും ഇരിക്കുക. പക്ഷെ ഫേസിൽ അടിപൊളി ചിരിയായിരിക്കും. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് അടുത്ത റൈഡിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് അവസ്ഥ. ഓരോ സ്ഥലത്തും ഇമാതിരി ക്യൂ ആണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോസിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈഡ്സിലൊന്നാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ട്രാൻസ്ഫോമേഴ്സ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള റൈഡ്സിൽ ഭയങ്കര ക്യൂ ആണ്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഇതുപോലെ ഡേഞ്ചർ, ഹൈ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞ് ഓരോ സംഭവങ്ങൾ അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു റൈഡിൽ ലിറ്ററലി നമ്മളൊരു വാർ സോണിലാണെന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ഒരു കംപ്ലീറ്റ് സിനിമ എക്സ്പീരിയൻസ് ആണ്. 3D വിഷ്വൽസും മോഷനും സ്പീഡും എല്ലാം കൂടെ സിങ്കായി വരുമ്പോൾ നമ്മൾ സീറ്റിലാണെങ്കിൽ പോലും ആ ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടാവും.
എന്തുവാടേ ഇതൊക്കെ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. റോളർ കോസ്റ്റർ ആകുമ്പോൾ നമ്മൾ ആ ഒരു പുറത്തുനിന്ന് കണ്ട ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് കയറിയത്. പക്ഷേ ഇത്രയും ഒന്നും ഞാൻ ഈ ഒരു റൈഡിൽ എക്സ്പെക്ട് ചെയ്തില്ല. നെക്സ്റ്റ് ഏതിൽ കയറാമെന്നും പറഞ്ഞ് ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അപ്പോൾ ബാക്കി വിശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാടാ.